പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ
എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായിലേക്കും. ശിവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിന്റെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥായിലേക്കും. ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിലെയും നാഥായിലേക്കും. സൈറസിന് വേണ്ടി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അവൻ എന്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെ കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. സൈറസിനെ നിയോഗിക്കുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതു കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ തന്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിനക്ക് മുമ്പിൽ പോയി മരങ്ങൾ നിരപ്പാക്കുകയും ഇഷ്ടവാദികൾ തകർക്കുകയും ഇരുമോടമുതലുകൾ കുടിക്കുകയും ചെയ്യും. നിന്നെ പേരെഴുതി പിടിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനെ അന്ധകാരത്തിൽ നിധികളും രഹസ്യ ധനസേകരവും ഞാൻ നിനക്ക് തരും. എന്റെ ദാസനായ യാക്കോബിനും ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. Hallelujah,
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥാനേക്കും. ഞാൻ പഠിപ്പിച്ച സത്യവും എന്റെ ജീവിത രീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ഇസ്രായേലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിക്കപ്പെട്ടും അടിക്കടി കഥപതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നൽകുക. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. യേശു താൻ വന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് ഒരു സാബത്ത് ദിവസം അവൻ അവിടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു.
യേശുപ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവൻ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവൻ തന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ചു ശുശ്രൂഷനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയുവാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ പുറപ്പെട്ട കൃപാവചനം കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ദനകാലം 1-ാം ഞായറാഴ്ച. ദനക എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യക്ഷപ്പെടൽ എന്നതാണ്. യേശു തന്റെ മാമോദിസായ്ക്ക് ശേഷം പ്രത്യക്ഷപ്പെടൽ ആരംഭിച്ചു. പരസ്യജീവിതം ആരംഭിച്ചതിന്റെ ആദ്യ ഞായറാഴ്ചയാണ് ഇന്ന്. ദനകാലങ്ങളിലുള്ള വായനകളിൽ ഈശോയുടെ പരസ്യ ജീവിത സംഭവങ്ങളാണ് വിവരിക്കുക. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ ഗലീലയിൽ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. അതിനുശേഷം സ്വദേശത്ത് വരികയാണ്. അവർ വിട്ടു നിൽക്കാൻ നമുക്ക് കാണുവാനായി സാധിക്കും. ഗലീലായ പരിസര പ്രദേശങ്ങളിലും അവൻ പരസ്യ ജീവിതം ആരംഭിച്ചു. അതിനുശേഷം സ്വന്തം നാടായ നസ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ സുവിശേഷം വ്യക്തമായി പറയുന്നത്, പതിവനുസരിച്ച് ഒരു സബത്ത് ദിവസം അവൻ വേദഗ്രന്ഥം വായിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നസ്രത്തിൽ തിരുക്കുടുംബത്തിന് ചില പതിവുകളുണ്ടായിരുന്നു. അതിൽ ഒരു പതിവാണ് ആണ്ടുതോറും ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിന് പോകുക എന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു പതിവാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിലെ കാര്യങ്ങളെല്ലാം വ്യാപൃതനായിരിക്കുക എന്ന്. ജെറുസലേം ദേവാലയത്തിൽ അവനെ കാണാതെ പോയപ്പോൾ അവൻ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്ന് മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് പതിവനുസരിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ പോകുക, വേദഗ്രന്ഥം വായിക്കുക, അത് അവന്റെ ഒരു പതിവായിരുന്നു. ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ചില നല്ല പതിവുകൾ ഉണ്ടാകണം. അത് കുടുംബത്തിലുണ്ടാകണം, നമ്മിലുണ്ടാകണം. മറ്റൊരു വാക്കിൽ പറഞ്ഞ് സുവിശേഷം പറയുന്ന വാക്കുകൾ സുവിശേഷം വീണ്ടും അടിവരയിട്ട് സ്ഥാപിക്കുകയാണ്. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന്. കുറച്ചുനാൾ വിട്ടുനിന്നതിന് ശേഷം ഗലീലി പ്രദേശങ്ങളിൽ തന്നെ ദൗത്യം ആരംഭിച്ച ശേഷം സ്വദേശത്തേക്ക് വരികയാണ്. അവൻ തന്റെ പതിവ് വീണ്ടും തുടരുകയാണ്. അവൻ അവർക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം രേഖപ്പെടുത്തുക, അവരെല്ലാവരും അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്ന്. തീർച്ചയായും സ്വദേശത്തുള്ളവർക്കെല്ലാം അവരെ അറിയാം. സ്വദേശം എന്നത്
നമ്മുടെ ബന്ധുമിത്രങ്ങളും കുടുംബാംഗങ്ങളും എല്ലാം ജീവിക്കുന്ന ഇടമാണ്. അവരെ പറ്റി വ്യക്തമായ ബോധ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് നസ്രത്ത്. നമ്മളെ കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്വദേശം. നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്നും നമ്മുടെ ബന്ധുമിത്രാദികൾ ആരാണെന്നും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നും നമ്മളെ കുറിച്ച് വ്യക്തമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടുകാർക്ക് അറിയുവാനായി സാധിക്കും. അതുപോലെ യേശുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ വേദഗ്രന്ഥം വായിച്ചതിന് ശേഷം ഇരുന്നപ്പോൾ അവരെല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവൻ മിടുക്കനായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒത്തുകൂടുക, ഒത്തുചേരൽ എന്നതാണ്. ഒത്തുചേരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: വചനം വായിക്കുവാൻ, വചനം പഠിക്കുവാൻ, ആ വചനത്തിന്റെ നിറവിൽ പ്രാർത്ഥിക്കുവാൻ. ഇവരെ പഠിപ്പിക്കുവാനുള്ള ജ്ഞാനമുണ്ട് എന്ന് അവിടെയുള്ളവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഈശോ വളരെ വ്യക്തമായി തന്നെ ദൗത്യത്തെ കുറിച്ച് പറയുന്നത് ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അന്ധർക്ക് കാഴ്ച നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ, കർത്താവിന് സ്വീകാര്യമായ മത്സരം ഒരുക്കുവാൻ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആയിരിക്കുന്നിടത്ത് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. മദർതെരേസ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കൽ മദർതെരേസയോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കുക എന്ന്. മദർതെരേസ മറുപടിയായി പറയുന്നുണ്ട്, ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മരിക്കുവാനായി കിടക്കുന്ന ഒരു വ്യക്തി അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും ദുർഘടമായ മരണം വരിക്കുവാനുള്ള സാധ്യതയുള്ളപ്പോൾ അവരെ സ്നേഹത്തോടുകൂടി, അവരെ കാരുണ്യത്തോടുകൂടി അവരെ ഒന്ന് പരിചരിച്ച് പുഞ്ചിരി നൽകുന്നൊരു മുഖവുമായിട്ട് അവരെ വിടുവാനുള്ള ചെറിയ പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്നിൽ നിന്ന് ഉണ്ടാകുക. സന്തോഷത്തോടുകൂടി മരണത്തിലേക്ക് അവരെ നയിക്കുന്ന പ്രവർത്തികൾ. കൊച്ചുത്രേസ്യ പറയുന്നത്, എല്ലായിടത്തും നന്മയുടെ വിത്തുകൾ വിതറുക, അത് എത്രത്തോളം ഫലപ്രവർത്തിക്കുമെന്ന് ദൈവം നോക്കട്ടെ, ദൈവം ആ പ്രവൃത്തി ഏറ്റെടുക്കട്ടെ എന്ന്. ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, ചിലരെങ്കിലും സുവിശേഷം അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്, നമ്മുടെ ജീവിതം കണ്ടാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈശോ നസ്രത്തിൽ വന്ന് തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ, അവന്റെ പതിവുകൾ, ആ പതിവുകളെയും ബോധ്യങ്ങളെയും വെളിച്ചത്തിൽ അവൻ തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ട് ആ ദൗത്യം ആരംഭിക്കുമ്പോൾ എല്ലാവരും അവനെ പ്രശംസിക്കുകയാണ്. അവന് മാത്രമല്ല, അവന്റെ മാതാപിതാക്കളെ പ്രശംസിക്കുകയാണ്. അവൻ ആ അച്ഛന്റെ മകനെ, അവനെ ജ്ഞാനം എവിടെ നിന്ന്? നമ്മൾ നല്ലതാകുമ്പോൾ നമ്മുടെ മക്കൾ നല്ലതാകും. നമ്മുടെ മക്കൾക്ക് നല്ല പതിവുകൾ കൊടുക്കുമ്പോൾ അവർ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരും. നമ്മളും അവരും സാക്ഷി ജീവിതം നയിക്കും. എല്ലാവരും പ്രശംസിക്കും. നമ്മൾ അനുഗ്രഹീതരാകട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ.
അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നീതിയിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികളെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസപ്പെടുകയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് നാടാപ്പുരത്തായും ഞങ്ങളുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർക്കോസ് പിതാവിനെയും മറ്റെല്ലാ പ്രധാനമാരെയും ആദ്യ തലമുറ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭാവന ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായും തനിക്ക് വാസം തീർത്ത് നമ്മുടെ കടങ്ങളുടെയും ഭാവങ്ങളുടെയും കഴികളെ
ദൈവത്തിനോടും ഇനിയോടും അവകാശയോടും തുടരാനുള്ള യോഗങ്ങളും ആവശ്യങ്ങളും സ്ഥാപിക്കാം. പതിവുകളോർത്തുവാൻ ഞാനത് പ്രായത്തിൽ ദൈവത്തിനെയും മനുഷ്യനെയും വളരുവാൻ വളർത്തുവാൻ ആവശ്യമായി തീർന്നാൽ നന്മയെയും പ്രധാനിക്കാം. അങ്ങയുടെ ആദ്യമായിട്ട് സ്തുതി എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിധാനബോധത്തെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാവഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവമേ, വിശ്വസിപ്പു മധ്യരാ ഞങ്ങൾ അങ്ങയിൽ
ഉത്തമരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യജലത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി ക്രിസ്ത്യൻ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക. ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിസ്സാരായ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, Hosanna, Hosanna.
അങ്ങയുടെ ദാസരുടെ കുമാരയിൽ അവിടുന്ന് ആവർത്തിച്ചു
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബോധതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ വധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Yeah.
പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ആദരിച്ചപേക്ഷിക്കുക. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
Rupana, White Technology, Mate Rupa. Senate Forces Sebastian Community Asmaka, IET Rupa, Tana Sen Pudil, Elush Napa Rupa, Seju Community Radai Rupa, Kayajas of Raja, Overnight Java Rupa, Kiri Rupa, Idolite, Upati, Eri Rupa. Mata Asmaka, Muji Rupa, Anjana City Africa, the Malaga, and Yuki and the Rupa. St. Joseph for the origin, initially minority, almost any project share of civilization, St. Mary's for the origin, initially nationality, Kalunga Thomas of civilization, some later than equality, Shasham Senate Committee, reaching the idea. Parliamentary CICI Parish Council for St. City Society around 2000 Council Masari Namri Olafan State Assembly Ulia Neria Ashi Vishupuri Piti Julia Olafan State John Political Person Series Olafan Dr. Joey Purpi Syria Vincent Chidis Olafan Alamu After Amratia. Krishna Nagavata, Sudarovishtam, Jinayo, the American Solution, even Bangladesh, even the Sri Ibrahim, Samarpia. So